കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് അന്വേഷണം കോളേജിൽ തുടരുകയാണ്. അന്വേഷണ സംഘം കോളേജിൽ എത്തിയിട്ടുണ്ട്. കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. വിവരങ്ങളുമായി ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, ഇപ്പോൾ അന്വേഷണ സംഘം കൂടുതൽ അന്വേഷണം നടത്തുന്നു. അതിൽ കൂടുതൽ ഇരകളുണ്ടോ എന്നടക്കം പരിശോധിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും 6 വിദ്യാർത്ഥികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ റാഗിങ്ങിന് ഇരയായത് എന്നുള്ള വിവരമാണ് ആദ്യം തന്നെ പോലീസിന് ലഭിച്ചിരുന്നത്. അതിൽ 3 പേരാണ് പരാതി പ്രിൻസിപ്പാളിന് നൽകിയത്. ആ കൂട്ടത്തിൽ ക്രൂരപീഡനത്തിന് ഇരയായ വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തിയാണ് ആ ഒരാളുടെ പരാതിയിലാണ് കേസ് അടുത്ത അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ കൂടുതൽ ഇരകൾ ഉണ്ടോ, അതായത് ഇതിൻ്റെ ഒരു വ്യാപ്തി മുൻപും ഈ സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കോട്ടയം SP നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കാൻ പോലീസ് തീരുമാനിച്ചത്. എന്തായാലും കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെത്തി വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുന്നത്. ഈ എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ വിദ്യാർത്ഥികളെയും വ്യക്തിപരമായി കണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് കൃത്യമായി എഴുതിയെടുക്കുക, മൊഴി രേഖപ്പെടുത്തുകയാണ്. ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് ഈ സമാനമായ രീതിയിലുള്ള അനുഭവം മുൻപുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക തന്നെയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ കൂടി പോലീസ് നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വിശദമായിട്ടുള്ള മൊഴിയെടുക്കൽ തുടരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹോസ്റ്റലിൽ ഈ സംഭവം നടന്നിട്ടും ഈ കോളേജ് അധികൃതർ ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ളൊരു വിചിത്രവാദമാണ് ഇന്നലെ നമ്മളോട് മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം അവരുടെ മൊഴി അന്വേഷണ നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കോട്ടയം ഡിവൈഎസ്പി ഉണ്ട്, അതോടൊപ്പം തന്നെ ഗാന്ധിനഗർ SHO ഉണ്ട്. അവർ രണ്ടുപേരുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. അവരിപ്പോൾ അന്വേഷണം നടത്തി പുറത്തോട്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെ കടക്കുന്നു എന്ന് തന്നെയാണ് SP പറഞ്ഞത്. അതിന് സമാനമായി ഇന്നിപ്പം എന്തൊക്കെയാണ് ആരുടെയൊക്കെ മൊഴിയെ രേഖപ്പെടുത്തിയത്? കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അല്ല, ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ, ബാക്കി കാര്യങ്ങൾ കുട്ടികൾ കണ്ടതില്ല, ഓൾറെഡി കണ്ടു. ഇതുവരെ ഇല്ല. അല്ല, ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അയക്കും. അല്ല, അതൊക്കെ എടുക്കുന്നേ ഉള്ളൂ. അത് സൈബർ റിലേറ്റഡ് അല്ലേ. എന്തോ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം ഇപ്പം അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. എന്തായാലും ഡിവൈഎസ്പിയും അതുപോലെ തന്നെ ഗാന്ധിനഗർ SHOയുമാണ് അന്വേഷണത്തിന് വേണ്ടി എത്തിയത്. അവർ എത്തിയത് വിശദമായുള്ള മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണെന്നാണ് ഇപ്പോൾ ഡിവൈഎസ്പി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹോസ്റ്റൽ വാർഡന്റെയും അതുപോലെ തന്നെ പ്രിൻസിപ്പലിന്റെയും മൊഴി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ ഓരോരുത്തരെയും നേരിട്ട് കണ്ട് അവരിൽ നിന്നും വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നടപടികൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഇത്തരമൊരു സംഭവം ഈ ഹോസ്റ്റലിൽ നടന്നിട്ടും എന്തുകൊണ്ടാണ് ഇതാരും അറിയാതെ പോയത് എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത്. ഈ പരാതി ഈ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് അറിയിച്ചപ്പോൾ, അതായത് കോളേജിനെ അറിയിച്ചപ്പോൾ മാത്രമാണ് പ്രിൻസിപ്പാൾ അടക്കമുള്ളവർ ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞത്. എന്തായാലും അതിനുശേഷമാണ് പോലീസിലേക്ക് പോയത്. അപ്പോൾ ഇത്രയും കാലം 3 മാസത്തോളം നീണ്ടു നിന്ന ഇങ്ങനെയൊരു ക്രൂരമായിട്ടുള്ള ഒരു റാഗിംഗ് നടന്നിട്ട് എന്തുകൊണ്ട് കോളേജ് അധികൃതരോ ഈ ഹോസ്റ്റൽ അധികൃതരോ അറിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യം അടക്കം വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ, ആരുടെയൊക്കെ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയിൽ കൂടി കണ്ടെത്താനുള്ള നടപടികളിലേക്കും പോലീസ് കടന്നിരിക്കുകയാണ്. ശരി, ടോബി ജോൺസൺ ആണ് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേർന്നത്. അപ്പോൾ അന്വേഷണ സംഘം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവിടെ എത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു മടങ്ങി. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിനിരയായിട്ടുണ്ടോ, കൂടുതൽ വിദ്യാർത്ഥികൾ ഈ കുറ്റകൃത്യത്തിൽ പങ്ക് ഉണ്ടോ അവർക്ക്, ഇതൊക്കെ അന്വേഷിക്കാനുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ അന്വേഷണം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ടോബി ജോൺസൺ ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.